16 ദിവസമായിട്ട് 4 സ്ഥലങ്ങളിൽ കിടക്കും. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ആ വെള്ളം കുടിക്കാതെ കിടക്കുന്ന ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. അത് നല്ലൊരു ചലഞ്ചായിരുന്നു. ജയിലിനകത്ത് കിടക്കുമ്പോഴാണ് ആകാശം കാണുന്നതിൻ്റെ വാല്യൂ നമ്മൾ അറിയുന്നത്. ഇപ്പം എനിക്കെതിരെ പോലീസുകാർ പച്ചക്കള്ളമാണ് കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ശ്രീ ദിലീപിനെ കുടുക്കിയെന്ന് പറഞ്ഞത് കേരള പോലീസിലെ DGP ആയിരുന്ന ശ്രീലേഖ മാഡമാണ്. ശരിക്കും കോടതിയിലല്ല, പ്രോസിക്യൂഷൻ പറഞ്ഞ കഥയാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. പക്ഷേ ജാമ്യഘട്ടത്തിൽ പോലീസിന് എന്ത് കള്ളവും പറയാം. എന്ത് പറയണമെന്ന് അറിയാമോ? ഉണ്ടത്രേ എന്ന് കൂടെ പറഞ്ഞാൽ ദിലീപും പൾസർ സുനിയും ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ. ശ്രീ ദിലീപുമായി പൾസർ സുനി എന്ന ക്രിമിനലിനെ കണക്ട് ചെയ്യാൻ ഒരു കാര്യവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അതിജീവിത പോലും പറയുന്നുണ്ടല്ലോ തനിക്ക് നീതി കിട്ടിയിട്ടില്ല. എങ്ങനെ അറിയാം അതിജീവിതയ്ക്ക്? ശ്രീ ദിലീപിന് പിന്നിലുണ്ടെന്ന് അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ അല്ലെങ്കിൽ വെറുതെ ചോദിച്ചോട്ടെ, ആരെയും കുറ്റം പറയാനല്ല കേട്ടോ. എനിക്ക് ഈ പറയുന്നവരെല്ലാം നല്ല ബന്ധവും സ്നേഹവും ഒക്കെയാണ്. ആദ്യ ദിവസം ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചില ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലായി? ആ പച്ചക്കള്ളകൾ പൊളിഞ്ഞു വീണതിന്റെ ജാള്യത ചില മീഡിയക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ചർച്ചയെടുത്ത് എങ്ങനെയെങ്കിലും ശ്രീ ദിലീപിനെ കൊടുക്കാൻ നോക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറിയുടെ അഭിമാനമാണ് ജഡ്ജി ഹണി വർഗീസ്. ആ ഹണി വർഗീസ് എന്ന സ്ത്രീയുടെ നട്ടെല്ലുകൊണ്ടും ധൈര്യവും സത്യസന്ധതയും നീതിബോധവും ഉള്ളതുകൊണ്ടാണ് ദിലീപേട്ടനും കുടുംബവും ഈ കേസിന്റെ സത്യം വെളിവന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. Hi, hello and welcome to Milestone Makers presents Talk of the Town. This is Alin Shah and we have with us Rahul Ishwar. Rahul, welcome to the show. Hi Alin, thank you. Okay, Rahul, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന വളരെ കുറച്ച് പേരിൽ ഒരാളാണ് താങ്കൾ. സോ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഉണ്ടോ ഞാൻ ഇനി പുരുഷന്മാർക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങണമെന്ന് താങ്കൾ തീരുമാനിച്ചത് എപ്പോഴായിരുന്നു? വ്യക്തിപരമായ ഇൻസ്റ്റൻസസിനേക്കാൾ കൂടുതൽ ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ നമ്മൾ നേരിട്ട് കാണുകയുണ്ടായി. അതോടൊപ്പം എനിക്കെതിരെയും ഒരു ആരോപണം ഇപ്പോൾ അല്ല, അത്ര വലുതായിട്ട് വന്നില്ല. 2018 ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടി, അതായത് അനോണിമസ് അക്കൗണ്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു കുറിപ്പ് എഴുതി. ആ പെൺകുട്ടിയുടെ അല്ല, ആ പെൺകുട്ടിയുടെ ഫ്രണ്ടിനോട് വേറൊരു ഫ്രണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് പേഴ്സൺ അല്ല, സെക്കൻഡ് പേഴ്സൺ അല്ല, തേർഡ് പേഴ്സണിൽ നിന്ന് അനോണിമസ് ആയി. അത് ദേശീയ മാധ്യമങ്ങളടക്കം വലിയ വാർത്ത കൊടുത്തു. അപ്പോൾ ഒരു ദിവസം എനിക്ക് തന്നെ വളരെ ഒരു നാണക്കേട്, പേടി തുടങ്ങിയ കാര്യങ്ങളായി. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആണുങ്ങൾ ബാക്കിയുള്ളവരുടെ തട്ട് കിട്ടാനായി ജീവിക്കുന്നത്? എത്രയോ കള്ളക്കേസുകളാണ് വരുന്നത്. ഇങ്ങനൊരു കള്ളക്കേസിലാണ് ദിലീപേട്ടൻ 85 ദിവസം ജയിലിൽ കിടന്നത്. അതായത് ശ്രീ ദിലീപ് എന്ന് പറയുന്ന മലയാള സിനിമ ഇൻഡസ്ട്രി റൂൾ ചെയ്തിരുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് ശേഷം ഇത്രയും സ്ഥാനം ഉണ്ടായിരുന്നൊരു വ്യക്തി, കോടീശ്വരനായ മനുഷ്യനെ 85 ദിവസം കള്ളക്കേസിൽ ജയിലിൽ കിടത്താമെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ എന്ത് ഈസി ടാർഗറ്റ്സ് ആയിരിക്കും. അപ്പോൾ ആർക്കെതിരെയും, ശ്രീ ദിലീപ് മാത്രമല്ല, ഉമ്മൻചാണ്ടി സാർ എന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രിയാണ്. നമുക്ക് എല്ലാം അറിയാമായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെതിരെ പറയുന്ന കള്ളമാണ്. പക്ഷെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ ആ സ്ത്രീക്കെതിരെ? ഇനി നമ്മുടെ നിവിൻ പോളിയുടെ കാര്യം. നിവിൻ പോളി കൊച്ചിയിലായിരുന്നു, ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്ന് സ്ത്രീ പറഞ്ഞു. ഇപ്പൊ ഇത് കള്ളമാണല്ലോ, ഡിജിറ്റലി റേപ്പ് ചെയ്യാനുള്ള ടെക്നോളജി തൽക്കാലം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് കള്ളമാണ്. നിവിൻ പോളിക്കെതിരെ ആ സ്ത്രീ DGPക്ക് പരാതി കൊടുത്തു. എന്തെങ്കിലും ആക്ഷൻ എടുത്തു? അതെന്താ ഇല്ലാത്ത? ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ ചോദിക്കേണ്ട ബേസിക് ക്വസ്റ്റ്യൻസ് അല്ലേ? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് മെൻസ് കമ്മീഷൻ വരുന്നത്. അങ്ങനെയാണ് പുരുഷന്മാർക്കെതിരെയുള്ള ഇത്തരം വ്യാജ പരാതികൾക്കൊരു അറുതി വരുന്നത്. എത്രയോ പേരുടെ ജീവിതം, ശ്രീ നിവിൻ പോളി, ശ്രീ ദിലീപ്, ശ്രീ ഒമർ ലുലു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ, അങ്ങനെ എത്രയോ പേരുടെ ജീവിതം ഈ വ്യാജ പരാതികൾ കൊണ്ട് താളം തെറ്റി. ശ്രീ സിദ്ദിഖ് എത്ര ലക്ഷക്കണക്കിന് രൂപ പേർക്ക് ചിലവായി. ശ്രീ ഇടവേള ബാബു, ഇതൊക്കെ എത്ര രൂപ ചിലവായി, എന്ത് മനപ്രയാസം. നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ, നമ്മുടെ സിനിമ അദ്ദേഹം 6.5 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നമാണ്. പക്ഷെ കുടുംബ പ്രശ്നമാണെങ്കിൽ കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കണ്ടേ? കുടുംബ പ്രശ്നമാണെങ്കിൽ പോക്സോ എന്ന് പറഞ്ഞാണോ കേസ് കൊടുക്കേണ്ടത്? അപ്പം കുടുംബ പ്രശ്നം എന്നൊന്നും പറഞ്ഞാൽ ആരും കേൾക്കൂല. പോക്സോ എന്ന് പറഞ്ഞിട്ടാലോ സ്ത്രീ പീഡനം എന്നിട്ടാലോ ഒരു പഞ്ചുണ്ടാവും. ഈ പഞ്ചിന് വേണ്ടിയാണ് ആൾക്കാർ കൊടുക്കുന്നത്. അപ്പൊ അതിലൊരു അവസാനം ഉണ്ടാകും. ഇപ്പൊ എനിക്കെതിരെയുള്ള കേസ് 16 ദിവസം ഞാൻ ജയിലിൽ കിടന്നു. എന്ത് കാര്യത്തിലാണ്? ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അതിജീവിതയെ അധിക്ഷേപിച്ചു. ഈ കുട്ടി എന്ത് അതിജീവിച്ചു എന്നാ പറയണേ? ശരിക്കും ആ ഒരു കേസിൽ എന്താണ് രാഹുൽ സംഭവിച്ചത്? പോലീസുകാർക്ക് നോട്ടീസ് പോലും തരാതെ നോട്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല, നോട്ടീസ് തന്നു എന്ന് കോടതിയിൽ കള്ളം എഴുതി കൊടുത്തു. നോട്ടീസ് തന്നു എന്ന് പോലീസ് കള്ളം എഴുതി കൊടുത്തു. നോട്ടീസ് തരുന്നത് എങ്ങനെയാ? നോട്ടീസ് തന്ന് വേറൊരു ദിവസം വരാനല്ലേ പറയാൻ പറ്റൂ? ആ ദിവസം തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? ചുമ്മാ പറയണതാണ്. സിസ്റ്റത്തിന് എങ്ങനെ വേണമെങ്കിലും കള്ളം പറയാം. ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദുര്യോഗം. അതുകൊണ്ട് ഈ സിസ്റ്റമിക് കള്ളം നമ്മൾ ഇല്ലാതാക്കണം. പോലീസുകാർ കള്ളം പറയുന്നത് നിർത്തണം, പ്രോസിക്യൂഷൻ കള്ളം പറയുന്നത് നിർത്തണം. പോലീസും പ്രോസിക്യൂഷനും കള്ളം പറഞ്ഞാൽ നമ്മുടെ കോടതികളിൽ ചോദ്യം ചെയ്യണം. ഇത് ഏതുപോലെയെന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന, ആരെയും കുറ്റം പറയാനല്ല കേട്ടോ, ഇപ്പം നടക്കുന്നത് എന്താ അറിയോ? നമ്മുടെ 6-ാം തമ്പുരാനില് ഗണേഷ് കുമാർ ചെന്ന് നരേന്ദ്രപ്രസാദിനോട് പറയും, നിങ്ങൾ മറ്റേ തിരുവാഭരണം ഉത്സവത്തിന് വിട്ടുകൊടുക്കണം. ഞാൻ പറയാം, അയ്യോ അത് ഞാനെങ്ങനെ പറ്റും, അതൊരു കമ്മിറ്റി അല്ലേ
തീരുമാനിക്കുന്നത്. അവൻ ചോദിക്കും ആരാണ് കമ്മിറ്റി? അത് ഞാനും അപ്പനും സുഭദ്രയാണ് കമ്മിറ്റി എന്ന് പറയും. അപ്പോൾ ആ സുഭദ്രയുടെ ധൈര്യം ജഡ്ജിമാർ കാണിക്കണം. ആ സുഭദ്ര എന്ന് പറയുന്ന ശ്രീവിദ്യ പ്ലേ ചെയ്ത ക്യാരക്ടറിന്റെ ധൈര്യം. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം മുഴുവൻ പോലീസിനെയും പ്രോസിക്യൂഷനെയും അനുകൂലിക്കാനാവരുത്. ഇപ്പം എനിക്കെതിരെ പോലീസുകാർ പച്ചക്കള്ളമാണ് കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ഞാൻ 16 ദിവസം കിടന്ന് ശ്രീ ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. പോലീസുകാർ കള്ളത്തെളിവ് ഉണ്ടാക്കി ശ്രീ ദിലീപിനെ കുടുക്കിയെന്ന് പറഞ്ഞത് കേരള പോലീസിലെ DGP ആയിരുന്ന ശ്രീലേഖ മാഡമാണ്. സാധാരണക്കാരുമല്ല, കേരള പോലീസിലെ DGP. മറ്റൊരു DGP, അതായത് പിന്നീട് DGP ആയ അന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തി, ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ജെൻഡർ ഞാൻ പറയുന്നില്ല, ശ്രീലേഖ മാഡം പറഞ്ഞതെന്താ? ഈ ഉന്നത ഉദ്യോഗസ്ഥൻ / ഉദ്യോഗസ്ഥ കള്ളത്തെളിവുണ്ടാക്കി. ഇത്രയും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കള്ളത്തെളിവുണ്ടാക്കിയാൽ നമുക്കൊക്കെ പിന്നെ എന്താ രക്ഷ? രാമൻപിള്ള സാറിനെ പോലെ വലിയൊരു അഡ്വക്കേറ്റ് ഉണ്ടായിട്ടും ശ്രീ ദിലീപേട്ടൻ 85 ദിവസം നമ്മുടെ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ നമ്മളെപ്പോലുള്ളവർ എത്ര ദിവസം കിടക്കേണ്ടി വരും? ഇങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ പല ആൾക്കാരെയും പിടിച്ച് വർഷങ്ങളോളം ജയിലിലെടുത്തത്. ഇങ്ങനെയാണ് സിദ്ദിഖാപ്പൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒമർ ഖാലിദ് പോകുന്നത്, അല്ലെങ്കിൽ പല ആൾക്കാരും പോകുന്നത്. ഇതിനൊരു അവസാനം വരണം. അത് ഈ കള്ളക്കേസുകൾ, അതായത് അതെങ്ങനെയാണെന്നും കൂടെ അറിയണം. അതായത് കോടതിയിൽ ട്രയൽ ഘട്ടത്തിൽ നമുക്ക് കള്ളം പറഞ്ഞ് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല പോലീസിന്. കാര്യം മറുഭാഗത്തെ ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ ജാമ്യഘട്ടത്തിൽ പോലീസിന് എന്ത് കള്ളവും പറയാം. എന്ത് പറയണമെന്നറിയാമോ? ഉണ്ടത്രേ എന്ന് കൂടെ പറഞ്ഞാൽ മതി. ദിലീപും പൾസർ സുനിയും ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ, നമുക്കത് അന്വേഷിക്കാൻ 4 ആഴ്ച വേണം, അതുകൊണ്ട് ദിലീപിന് 4 ആഴ്ച ജാമ്യം കൊടുക്കരുത്. അപ്പം കോടതി പറയും 4 ആഴ്ചയൊന്നും പറ്റില്ല, 2 ആഴ്ച ജാമ്യം കൊടുക്കണ്ട. 2 ആഴ്ച ഒരാൾ വെറുതെ ജയിലിൽ കിടക്കുകയാണ്. ആ ദിലീപ് ശക്തനും സ്വാധീനമുള്ളവനാണ്, വെളിയിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കും. ഇപ്പം ഇടയ്ക്ക് കേട്ട് കാണും, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി. പാവപ്പെട്ട മലയാളികളെ പറ്റിക്കാൻ പറയുന്ന കാര്യങ്ങൾ. ഈ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞാൽ കേസിന് എന്താ? ഹാഷ് വാല്യൂവും കേസും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ രാഹുൽ, ഇപ്പോൾ ഈ ഹാഷ് വാല്യൂ മാറി എന്ന് പറയപ്പെടുന്നത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഹാഷ് വാല്യൂ മാറി എന്ന് പറയപ്പെടുന്നു. അത് ആരെങ്കിലും അതൊന്ന് യൂസ് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ആ മെമ്മറി കാർഡിലുള്ള ഒരു വീഡിയോ കോപ്പി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് പ്ലേ ചെയ്യുമ്പോഴാണല്ലോ എൻ്റെ ഹാഷ് വാല്യൂ മാറുന്നത്. അപ്പോൾ കോടതിയുടെ പരിധിയിൽ ഇരിക്കുന്ന ഈ ഒരു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്നത് അതിജീവിതയുടെ ഒരു ആംഗിൾ പോയിന്റ് ചിന്തിക്കുമ്പോൾ ഈ വീഡിയോ എങ്ങോട്ടെങ്കിലും മാറിയേക്കാം എന്നുള്ളൊരു അവിടെ തന്നെ വെച്ച് ഞാൻ പറയാം. അതെന്തായാലും കേസിനെ ബാധിക്കില്ലല്ലോ. വീഡിയോ വെളിയിൽ വന്നോ അല്ലോ, വീഡിയോ ഒന്നും പോയിട്ടില്ല, അത് വേറെ. വീഡിയോ ഒന്നും പോയാലും ഇല്ലെങ്കിലും കേസിനെ ബാധിക്കൂ. ശ്രീ ദിലീപ് ഗൂഢാലോചനയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ബാധിക്കൂ. പക്ഷെ ആൾക്കാരെ ഞെട്ടിക്കാൻ വാർത്ത വേണം. ഇനി 2, ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ദീപ മാഡം, FSL ദീപ മാഡത്തിന്റെ റിപ്പോർട്ടാണ്. ഫയലിന്റെ ഹാഷ് വാല്യൂ, നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിജീവിതയുടെ ആ പ്രത്യേക ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്. നിങ്ങളുടെ ഇവിടെ ടെക്നിക്കൽ ടീം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. മെമ്മറി കാർഡ് ഓരോ തവണ ഓരോ സിസ്റ്റത്തിൽ ഇടുമ്പോൾ അതിന്റെ ഹാഷ് വാല്യൂ മാറും. കാര്യം ആ സിസ്റ്റവുമായിട്ട് മെമ്മറി കാർഡ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പുതിയൊരു ഫയൽ ഉണ്ടാകും. ആ ഫയൽ ഉണ്ടാകും, ഹാഷ് വാല്യൂ മാറും. ഇത്രയേ ഉള്ളൂ. പക്ഷെ സാധാരണക്കാരനെ പറ്റിക്കാൻ മെമ്മറി കാർഡ് അനധികൃതമായി ആക്സസ് ചെയ്തു എന്ന് പറഞ്ഞാൽ കോടതിയിലെ ഓഫീസേഴ്സ് ഇട്ട് നോക്കുന്നതാണ്. ഇതാണോ അല്ലയോ എന്ന് ഇട്ട് നോക്കുന്നതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കേട്ടതൊന്നും ദിലീപിന് എന്തോ പ്രശ്നമുണ്ട്. സാധാരണക്കാരൻ ശരിക്കും മലയാളി ആലോചിച്ച് നോക്കി, ഞാൻ ആദ്യമായിട്ട് ഹാഷ് വാല്യൂ എന്ന് കേൾക്കുന്ന ഈ കേസിലാണ്. ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലിലുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ എന്തോ വലിയ കാര്യങ്ങൾ ഹാഷ് വാല്യൂ മാറി, കോടതി തട്ടിപ്പ് നടന്നു. ശരിക്കും കോടതിയിലല്ല, പ്രോസിക്യൂഷൻ പറഞ്ഞ കഥയാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. ശ്രീ ദിലീപുമായി പൾസർ സുനി എന്ന ക്രിമിനലിനെ കണക്ട് ചെയ്യാൻ ഒരു കാര്യവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ കഥയുടെ മേളിൽ കഥയുണ്ടാക്കി, വീണ്ടും കഥയുണ്ടാക്കി, വ്യാജ തെളിവുകൾ നിരത്തി, വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ദിലീപിനെ കൊടുക്കാൻ നോക്കിയത് തകർന്നു വീണ് ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു. എന്നിട്ടും ചില മാധ്യമങ്ങൾക്ക് ഇപ്പോഴും മുറുമുറുപ്പാണ്. എന്നിട്ടും ആ മാധ്യമങ്ങൾ നമ്മളെല്ലാം അതിജീവിതയോടൊപ്പമാണ്. അതിജീവിതയെ ആക്രമിച്ച ശിക്ഷ കിട്ടണം. പൾസർ സുനി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും മറ്റു പല കേസുകളിലും പ്രതിയാണ്. അപ്പം ദിലീപിനെ ഈ കേസിലേക്ക് പിടിച്ചെടുക്കുന്നത് എന്തിനാ? നമുക്കെല്ലാം പ്രിയപ്പെട്ട സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ അഭിനേത്രി, നമ്മുടെ അഭിമാനമാണ്. അവരെ ദ്രോഹിച്ചവരെ തീർച്ചയായും ശിക്ഷിക്കണം. പക്ഷേ ശ്രീ ദിലീപുമായിട്ട് ഈ കേസിന് എന്താ ബന്ധമുള്ളത്? ഒരു കാര്യം, നമ്മൾ ഏതൊരു ക്രൈം എടുത്തോട്ടെ അല്ലെങ്കിൽ എന്തൊരു ഇൻസിഡന്റ് എടുത്തോട്ടെ, ഇതിനൊരു മോട്ടീവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതാണ് അതിന്റെ കോർ. ശ്രീ 2 കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ ദിലീപ് പറഞ്ഞിട്ടാണോ പൾസർ സുനിയും ഒരുപാട് ക്രിമിനൽ കുറ്റകൃത്യം കൊണ്ട് ചെയ്തിട്ടുള്ളത്? സുരേഷ് ഏട്ടനെയും മേനക സുരേഷ് ചേച്ചിയെയും മേനക ചേച്ചിയെയും സുരേഷ് ഏട്ടനെ അല്ലെങ്കിൽ മേനക സുരേഷിനെയും ഒക്കെ ഇതേപോലെ ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് റിപ്പോർട്ട് വരും. എത്രയോ വേറെ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. അതുകൊണ്ട് ഇതെല്ലാം ദിലീപ് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഇനി 2, ശ്രീ ദിലീപിന്റെ ആദ്യ ഭാര്യയുമായി വേർപിരിഞ്ഞ് കാവ്യാമാധവനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ കല്യാണത്തെ ബ്രേക്കപ്പ് ചെയ്യാനുള്ള റീസണിന്റെ ഭാഗമായിട്ട് ആ അഭിനേത്രിയെ ശ്രീ ദിലീപിന് കൊട്ടേഷൻ കൊടുക്കൂ.
പറയുന്ന കള്ളങ്ങൾക്കൊക്കെ മര്യാദ വേണ്ടേ? കോടതി വിധിയിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയുന്ന 2013 തുടങ്ങിയ ഗൂഢാലോചനയാണ് 2017 നടന്നത്. ചുമ്മാ തിയറി പറയണേ, എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ശ്രീ ദിലീപിനെതിരെ കടുകമണിയോളം പോലും തെളിവില്ല. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്. വേറൊരു കാര്യം, കോടതി പറഞ്ഞില്ലേ ഈ പരാതി ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്. അതായത് ബാംഗ്ലൂരിൽ പോയി പോലീസുകാർക്ക് താല്പര്യമോ പോലീസുകാർക്ക് അറിയാവുന്ന ഏതൊരു പെൺകുട്ടിയുടെയും എഴുതി മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. കാര്യം ആ പെൺകുട്ടി ആരാന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. വളരെ സേഫ് അല്ലേ? ഒരു പെൺകുട്ടിയുടെ അതിജീവിതാന്നങ്ങ് വിളിച്ചാൽ മതിയല്ലോ. ഈ പെൺകുട്ടി ആരാന്ന് പോലും അറിയില്ല, ഈസി ആയിട്ട് പോയി മേടിച്ചോണ്ട് വന്നാൽ മതി. ചുമ്മാ നാട്ടുകാരെ പറ്റിക്കുകയാണ് ഈ പരിപാടി. എന്തിനാ ചെയ്തുകൊണ്ട് വന്നത്? മറ്റേ കേസിൽ ഇൻ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ കോടതിയോട് പറയണം, വേറൊരു റേപ്പ് കേസ് കൂടെ വന്നിട്ടുണ്ട്. ഈ കള്ളക്കേസ് എന്റെ കേസിലും സംഭവിച്ചു സാർ. രാഹുൽ ഈശ്വറിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്കി എന്താണെന്നറിയോ? ശബരിമല പ്രക്ഷോഭത്തിന് പോയ കേസുകളാണ്. അപ്പം കോടതി വെച്ചു അതുകൊണ്ട് ഈ കേസ് കൊടുക്കേണ്ടതാണ്. ചുമ്മാ പറയുകയാണ്. അതായത് പോലീസുകാർക്ക് ആദ്യമേ മേലിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇത് പോലീസുകാരുടെ കുറ്റമൊന്നുമല്ല. പോലീസുകാർ, ഇപ്പം ഞാൻ പോലീസ് വർക്ക് ചെയ്താലും പോലീസുകാർക്ക് മേലിൽ നിന്ന് വരുന്ന ഉത്തരവ് മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. പോലീസുകാർ പറയുന്ന വാദഗതി കുറെ കൂടെ നിയമത്തിന്റെ ഭാഷയെ പറയുന്ന പണിയാണ് പ്രോസിക്യൂട്ടർക്കുള്ളത്. യഥാർത്ഥത്തിൽ കോടതികളാണ് ഇവിടെ സാധാരണക്കാരുടെ രക്ഷകരാവേണ്ടത്. അങ്ങനെ മഹതിയായ ഒരു ജഡ്ജി, നമ്മുടെ ജുഡീഷ്യറിയുടെ അഭിമാനമാണ് ജഡ്ജി ഹണി വർഗീസ്. ആ ഹണി വർഗീസ് എന്ന സ്ത്രീയുടെ നട്ടെല്ലുകൊണ്ടും ധൈര്യവും സത്യസന്ധതയും നീതിബോധവും ഉള്ളതുകൊണ്ടാണ് ദിലീപേട്ടനും കുടുംബവും ഈ കേസിന്റെ സത്യം വെളിവന്നത്. അവരുടെ വിധിന്യായത്തിൽ അവരൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഫിയറ്റ് ജസ്റ്റീഷ്യ റുവേറ്റ് കോളം എന്ന് പറഞ്ഞ നിയമത്തിലെ ഒരു ആപ്തവാക്യമാണ്. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാകും. ആ നീതിയാണ് യഥാർത്ഥ നടപ്പായത്. ഈ സ്ത്രീക്കെതിരെ ആ ജഡ്ജി ഹണി വർഗീസിനെതിരെ അവരുടെ അച്ഛനെ അപമാനിച്ചു, അവരുടെ ഭർത്താവിനെ അപമാനിച്ചു. ഒരു കോടതിയിൽ നിന്ന് അവർക്ക് പറയേണ്ടി വന്നു, എൻ്റെ 12 വയസ്സുള്ള മോളെ കൂടെ ഇനി അപമാനിക്കാൻ ബാക്കിയുള്ളൂ. അത്രമാത്രം ആക്രമിച്ചു. എന്ത് തെളിവുണ്ട്? ഇനി 2 ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞൊരു ഫോട്ടോ എന്ന് പറഞ്ഞില്ലേ, ആ ഫോട്ടോ ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പിൽ പോലീസുകാർ ഫോട്ടോ ചെയ്യാൻ തുടങ്ങിയാൽ ഈ നാട്ടിന്റെ ദുരവസ്ഥയ്ക്ക് അതിന് പരിധികളുണ്ട്. ഇനി കൂടെ വരുന്ന കാലഘട്ടമാണ്. എത്രമാത്രം ഫോട്ടോകൾ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് പറയാന്നറിയോ? ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. എത്ര ഫോട്ടോ ഉണ്ടെന്ന് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയണ്ട. ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അതിന്റെ വെരാസിറ്റി ചെക്ക് ചെയ്യാനായി 3 ആഴ്ച ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത്. കോടതി പറയും 3 ആഴ്ച ഒന്നും പറ്റില്ല, എന്നാൽ 10 ദിവസം ജാമ്യം കൊടുക്കുന്നില്ല. ഒരാളുടെ ജീവിതത്തിന്റെ 10 ദിവസമാണ് ഇല്ലാതാവുന്നത്. ഇങ്ങനെ ഓരോ കള്ളം പറഞ്ഞ് യഥാർത്ഥത്തിൽ മീഡിയ ഡ്രൈവ് ചെയ്തൊരു കേസാണ് ഈ കാര്യം. മീഡിയ ബോധപൂർവമായി ഡ്രൈവ് ചെയ്ത് ദിലീപേട്ടനെതിരെ ഒരു തെളിവ് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. കള്ളത്തിന്റെ മേൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവരിത് ചെയ്തത്. ആ പച്ചക്കള്ളങ്ങൾ പൊളിഞ്ഞു വീണേന്റെ ജാള്യത ചില മീഡിയക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ചർച്ചയെടുത്ത് എങ്ങനെയെങ്കിലും ശ്രീ ദിലീപിനെ കൊടുക്കാൻ നോക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇടയ്ക്ക് കേട്ട് കാണും മാഡമാണ് ഇതിന്റെ പിന്നിൽ. പാവം കാവ്യ ഒരിക്കലും കണ്ടവരങ്ങനെ ജീവിതത്തിൽ പറഞ്ഞവർക്ക് പാവം കിട്ടും. കാവ്യയാണ് ഇതിന്റെ പിന്നിൽ, മാഡമാണോ പിന്നിൽ? എന്നിട്ട് കാവ്യയുടെ ഫോട്ടോ, എന്നിട്ട് പിന്നെ പറഞ്ഞു കാവ്യയുടെ അമ്മയാണ് ഇതിന്റെ പിന്നിലെന്ന്. പിന്നീട് പറഞ്ഞു 50 ലക്ഷം രൂപ വേങ്ങരയിലുള്ള ഒരു നേതാവിന് കൊണ്ട് കൊടുത്തു. പിന്നീട് പറഞ്ഞു ദാവൂദ് ഇബ്രാഹിമും ഗോൽച്ചനും അതിൽ ഇടപെടുന്നുണ്ട്. ഗോൽച്ചൻ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയും UAE ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് ഈ ഗോൽച്ചൻ. അപ്പം ഇതിന്റെ പിന്നിൽ ഇതാണ്. ചുമ്മാ തിയറികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഗൂഢാലോചന സിദ്ധാന്തം ഗ്യാസ് അടിക്കുകയാണ്. ഈ ഗ്യാസിന്റെ പുറകെയാ പോയത്. ഇപ്പം മീഡിയക്കാർക്ക് മനസ്സിലായിക്കാണ് ഒരു കിട ദിലീപിനെ ഇത് കണക്ട് ചെയ്യുന്നതിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ശ്രീ ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വന്നത്. അതാണ് നമ്മൾ കാണുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ചോദ്യം. ഒന്നെന്ന് പറയുന്നത്, ദിലീപിന് ഈ ഒരു കേസുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തന്നെ വെക്കാം. എന്നിട്ടും ഇത്രയും ബന്ധമില്ലാതെ അല്ലെങ്കിൽ ഇത്രയും തെളിവുകളുടെ അഭാവത്തിൽ എങ്ങനെ ഒരു മനുഷ്യൻ, അത് ഇത്രയും സ്വാധീനമുള്ള ഇത്രയും പ്രശസ്തനായ ഒരു മനുഷ്യൻ 85 ദിവസത്തോളം ജയിലിൽ കിടന്നു? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ദിലീപിന് ഇതിൽ യാതൊരുവിധ കണക്ഷനും ഇല്ല എന്ന് തന്നെ വെക്കാം. പക്ഷേ എന്തിന്റെ പേരിലായിരിക്കും ദിലീപിനെ ക്രൂശിക്കപ്പെട്ടത്? അതിന്റെ ഒരു ചോദ്യം. രണ്ടിനും കൃത്യമായി ഉത്തരം പറയാം. 2, ശ്രീ ദിലീപിനെ പോലും അങ്ങനെ പിടിച്ചിടാൻ കഴിയുന്ന കള്ളങ്ങളാണ് നമ്മുടെ പോലീസുകാർക്ക് എഴുതാൻ പറ്റുക. ഏത് സ്റ്റേജിൽ? ജാമ്യം നിഷേധിക്കുന്ന സ്റ്റേജിൽ. പരമാവധി ജാമ്യം നിഷേധിക്കാൻ ഇങ്ങനെ പോയി റിമാൻഡ് കാലാവധി കൂട്ടി 14. എന്നെ വീണ്ടും റിമാൻഡിലിടാൻ നോക്കി 28 ദിവസം. ഇയാളെ വെളിയിൽ വിട്ടാൽ ഭയങ്കര പ്രശ്നമൊന്നും ചുമ്മാ പറയുന്നതാ. അവിടെ ഇരിക്കുന്ന പ്രോസിക്യൂട്ടർ ഒരു സ്കൂളിലെ ഡിബേറ്റ് പോലെ എടുക്കുന്നത്. പരമാവധി ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും. അങ്ങനെ 14 വീണ്ടും 14 എന്ന് പറഞ്ഞ് അകത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിടും. ഇത് നമ്മുടെ നാടിന്റെ കള്ളത്തരമാണ്. നമ്മുടെ നാട്ടിന്റെ സിസ്റ്റമിക് ആയിട്ടുള്ള കള്ളത്തരമാണ്. ഷാറൂഖ് ഖാൻ, ശ്രീ ദിലീപ് കേരളത്തിലല്ലേ ഉള്ളൂ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സിനിമാ താരം ഷാറൂഖ് ഖാൻ, കിങ് ഖാൻ, ബാദ്ഷാ ഓഫ് ബോളിവുഡ്. ഷാറൂഖ് ഖാന്റെ മകൻ, നമുക്കെല്ലാം നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി വേദന നമ്മുടെ മക്കളെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ 26 ദിവസം ജയിലിലിട്ടു. സാക്ഷാൽ ഷാറൂഖ് ഖാന്റെ. എന്താ ആര്യൻ ഖാനെതിരെ പോലീസ് പറഞ്ഞ കേസെന്നറിയോ? സമീർ വാങ്കഡെ എന്ന് പറഞ്ഞ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥനാണ് വന്നത്. എന്താ എന്നറിയോ? ഇവന്റെ, അതായത് ആര്യൻ ഖാന്റെ സുഹൃത്തിന്റെ സോക്സിൽ നിന്ന് 6 ഗ്രാം പിടിച്ചു. അതുകൊണ്ട് സാർ ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം. കോടതിക്ക് എന്ത് പറയാൻ അന്വേഷിക്കണമെന്ന് പറയാൻ പറ്റൂ? എന്നാ നീ 8 ദിവസം ജയിലിൽ കിടന്നു.
അപ്പോൾ 8 ദിവസം കഴിഞ്ഞ് പറയും ഇതൊരു അന്താരാഷ്ട്ര മാർക്കറ്റും അന്താരാഷ്ട്ര കണ്ണികളുള്ള ഒരു സാധനമാണ്. വീണ്ടും സാർ ഞങ്ങൾക്ക് വീണ്ടും ഒരു 8 ദിവസം പറ്റൂല, 3 ദിവസം തന്നെ. സാർ ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് കിട്ടി, അതിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കാണും, വാട്സപ്പ് ബഡി. ആ വാട്സപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ കാര്യം വേണമെന്ന് ചുമ്മാ തീരെ പറയും. നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പുട്ട്, അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടായ റിയ ചക്രവർത്തിയെ സുശാന്ത് സിംഗ് രാജ്പുത്ത് ആത്മഹത്യ ചെയ്തപ്പോൾ കൊലപാതകത്തിന് വേണ്ടി, അല്ലെങ്കിൽ കൊലപാതകം എന്ന് സംശയം ഉണ്ടാക്കി 26 ദിവസം ജയിലിലിട്ടു. നമ്മുടെ ശശി തരൂർ സാറിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ വൈഫ് ദൗർഭാഗ്യകരമായി, ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട, നമുക്കൊക്കെ അറിയാവുന്ന സുനന്ദ മാഡമായിരുന്നു. സുനന്ദ മാഡം മരിച്ചപ്പോൾ ശശി തരൂറിനെതിരെ ക്യാമ്പയിൻ. നമുക്ക് എപ്പോഴും ഒരു വേട്ടമൃഗം വേണം. നമ്മളാണ്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്ന ഞാൻ അടക്കമുള്ളവരാണ്, നമ്മളാണ് യഥാർത്ഥത്തിൽ വേട്ടക്കാർ. നമ്മൾ പലപ്പോഴും ആൾക്കാരെ വേട്ടയാടി അതിൽ നിന്ന് ആത്മനിർവൃതി കൊള്ളുക. ഈ തെറ്റ് നമ്മൾ തിരുത്തണം. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ എല്ലാം ഇതിനിരയാകും. നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മൾ ആണുങ്ങൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അങ്ങനെ പോക്സോ അടക്കം കിട്ടിക്കിടക്കുന്ന ഒരുപാട് പേര് ജയിലിലുണ്ട്. ചിലരുടെ കേസ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റെടുക്കാൻ നോക്കുന്നു. ഉദാഹരണം 19 വയസ്സുള്ള നൗഫൽ എന്നൊരു പയ്യൻ, അവൻ്റെ ഭാര്യയാണ് 17 വയസ്സുണ്ടായിരുന്ന കുട്ടി, അവർ ഇഷ്ടവും കാര്യങ്ങളും ഒക്കെയാണ്. പോക്സോ പിടിച്ച് 20 വർഷം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1.5 വർഷം എന്തോ ജയിലിൽ കിടക്കും. അവൻ്റെ ഭാര്യയല്ലേ, അതായത് അവർക്ക് ഇഷ്ടമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ പെൺകുട്ടിക്ക് 17 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. ഇത് വെറും ടെക്നിക്കാലിറ്റിയാണ്. അവൾക്ക് കുഴപ്പമില്ല, അവളുടെ അച്ഛന് കുഴപ്പമില്ല, അവളുടെ അമ്മയ്ക്ക് കുഴപ്പമില്ല, ഉമ്മയ്ക്കോ വാപ്പയ്ക്കോ വീട്ടുകാർക്കോ കുഴപ്പമില്ല, പിന്നെ നാട്ടിലാർക്കാ കുഴപ്പം. ഇങ്ങനെയാണ് നമ്മുടെ റിപ്പോർട്ടറിലെ ഡോക്ടർ അരുണിനെതിരെ ഒരു വ്യാജ പോക്സോ കണ്ടു കാണും. സ്കൂൾ കലോത്സവത്തിന് പോയി. എന്തൊരു കഷ്ടമാണ്. അരുൺ ആ പെൺകുട്ടിയെ കാണുന്ന പോലുമില്ല. ഷാബാസ് എന്ന് പറയുന്ന മിടുക്കനായ ഒരു ജേർണലിസ്റ്റ്, ഷാബാസ് ഈ പെൺകുട്ടിയോട് തമാശ പറഞ്ഞു. അരുണെ അടുത്ത ദിവസം കണ്ടോ പറഞ്ഞു, നീ ഇനിയും റിപ്പോർട്ട് ചെയ്യൊന്നും ചെയ്യേണ്ട, നമ്മൾ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലേ, നീ ഇനി അവിടെ റിപ്പോർട്ടൊന്നും കൊണ്ട് ചെയ്യാൻ പോകണ്ട. ഇത് പോക്സോയുടെ പരിധിയിലാണ്. അരുണിനെ 1-ാം പ്രതിയാ കേസെടുത്തു, ഹൈക്കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞു. എത്ര കള്ളക്കേസുകളാണ്. ഈ കള്ളക്കേസുകൾ വെച്ച് ആണുങ്ങളെ കൊടുക്കുന്ന പരിപാടി നമ്മൾ നിർത്തണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഈ മെൻസ് കമ്മീഷൻ. ഓക്കെ, രാഹുൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിനെതിരെ ഒരു മീഡിയ കൂടലങ്ങനെത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ദിലീപേട്ടനെ കൊടുക്കാൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സ്ട്രെയിറ്റ് അവേ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു എന്നതിൽ അതിജീവിത തന്നെയാണ്. നമുക്ക് അഭിമാനമുള്ള നടി അതിജീവിതയാണ്. കാര്യം ആ പെൺകുട്ടി പൾസസുനിയും, ഒരുപക്ഷെ വാർത്തയിൽ പ്രധാനമായി അല്ലെങ്കിൽ വിധിയിൽ പ്രധാനമായി പൾസസുനിയാണ് ആ അട്രോസിറ്റി ചെയ്യുന്നത്. 2 പേര് കൈ പിടിച്ചു എന്ന് ഉള്ള ഒരു ആരോപണമുണ്ട്. അതുകൊണ്ട് പൾസസുനി തീർച്ചയായും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിജീവിതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ വ്യാജ അതിജീവിതയാണ്. പക്ഷെ നമ്മുടെ ഈ കേസിൽ ഈ പെൺകുട്ടി അതിജീവിത തന്നെയാണ്. അവർ സർവൈവ് ചെയ്തതാണ്. അവരുടെ വേദനയോടൊപ്പം നമ്മളുണ്ട്. എന്നാൽ ശ്രീ ദിലീപിന് ഈ കേസുകൊണ്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ഗൂഢാലോചന ഉണ്ടെന്നൊരു സിദ്ധാന്തം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ശ്രീ ദിലീപ് ഇതിൽ ഇനി നേരത്തെ ചോദിച്ചല്ലോ ഇത് ആരാ ഇതിന്റെ പിന്നിലെന്ന്. ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് എന്നോട് സ്ത്രീകളെ കുറിച്ച് പറയരുത്, സ്ത്രീകളുടെ പേര് പറയരുതെന്നുള്ളതാണ് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ അഡ്വക്കേറ്റ് തന്നിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ഞാൻ പറയുമ്പോൾ ആരാ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ മനസ്സിലാക്കിയാൽ. ശ്രീ ദിലീപ് വിധി വന്നിട്ട് വെളിയിലിറങ്ങി അവരുടെ പേര് പറയുന്നുണ്ട്. ആരാണ് ഈ തിയറിയൊക്കെ ഉന്നയിക്കുന്നതെന്ന് ശ്രീ ദിലീപ് പറയുന്നുണ്ട്. അവർ ഒരു ഉന്നതയായ ഉദ്യോഗസ്ഥനെ കോണ്ടാക്ട് ചെയ്യുകയും അവർ വഴിയാണ് ഇത് ചെയ്തെടുത്തത് എന്ന് കൃത്യമായി ശ്രീ ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാരാന്ന് അന്വേഷിച്ചാൽ ശ്രീ ദിലീപിനോട് ഏറ്റവും ജീവിതത്തിൽ ദേഷ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ആരാന്ന് അന്വേഷിച്ചാൽ മതി. അവരായിരിക്കും യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ. അതും മനസ്സിലാക്കാം നമുക്ക്. പക്ഷേ അതിജീവിത പോലും പറയുന്നുണ്ടല്ലോ തനിക്ക് നീതി കിട്ടിയിട്ടില്ല. എങ്ങനെ അറിയാം അതിജീവിതയ്ക്ക്? ശ്രീ ദിലീപ് ഇതിന് പിന്നിലുണ്ടെന്ന് അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം? അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഇല്ലേ രാഹുൽ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അത് ഫെഫ്ക പോലെയുള്ള ഓർഗനൈസേഷനിൽ ഓൾറെഡി ഈ പറയുന്ന അതിജീവിത കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്രമുഖ നടൻ ഇടപെട്ട് എന്റെ അവസരങ്ങൾ എടുക്കുന്നു, അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അതിനൊരു ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ ഒരു കഥയുണ്ട് എന്നുള്ളത് ഒരു 4-5 വർഷം മുന്നേ നടക്കുന്ന ഒരു സംഭവമാണ്. അതും ഈ കേസ് തമ്മിൽ എന്താ, നമുക്ക് വ്യക്തിപരമായ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ റേപ്പ് കൊട്ടേഷൻ കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ലിങ്ക് വേണ്ടേ? പൾസസുനിയും ദിലീപും തമ്മിൽ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ലിങ്ക് വേണ്ടേ? ഞാൻ ഒരുപാട് വേദികൾ കാണിച്ചിട്ടുണ്ട്. പൾസസുനിയുടെ ആണെന്ന് പറഞ്ഞ് പോലീസ് കാണിക്കുന്ന ഫോട്ടോ ഫേക്കുമാണ്, അതിനെ ഫോട്ടോഷോപ്പ് ചെയ്ത് പൾസസുനിയുടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇവര് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ വേണ്ടേ? അപ്പം ഈ വിരോധം അറിയാവുന്ന ആരെങ്കിലും ഈ വിരോധത്തെ വെച്ച് കള്ളക്കഥ ഉണ്ടാക്കിയതാണെങ്കിലോ, ഈ വിരോധത്തെ വെച്ച് കള്ളക്കഥ ഉണ്ടാക്കിയതാണെങ്കിലോ, യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. ഈ വിരോധം ഉണ്ടെന്ന് അറിയാവുന്ന ചില ആൾക്കാർ ഇതിനെ വെച്ച് കള്ളക്കഥ ഉണ്ടാക്കി, ഗൂഢാലോചന സിദ്ധാന്തം ആക്കി ഏതെങ്കിലും രീതിയിൽ അവരെ കുടുക്കാൻ നോക്കി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടന്നത്. നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി പോലും ആദ്യ ദിവസം ഗൂഢാലോചന ഇല്ല എന്ന് പറയുകയുണ്ടായി. അപ്പം ചില ആൾക്കാർ വന്ന്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർ വന്ന് ഗൂഢാലോചനയുണ്ട് എന്ന സിദ്ധാന്തം ഇറക്കി. അവർക്ക് എവിടെ നിന്ന് ഈ വാർത്ത കിട്ടി? അവർക്ക് എവിടെ നിന്ന് ഈ ഇൻഫർമേഷൻ കിട്ടി?
അപ്പം ബോധപൂർവമായി ചില ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അവരാരാന്നോ അവരാണാണോ പെണ്ണാണോ എന്ന് പോലും ഞാൻ പറയുന്നില്ല. പക്ഷേ ശ്രീ ദിലീപിന് പണി കൊടുക്കാൻ ചില ആൾക്കാർ ആഗ്രഹിച്ചു. അവരുടെ പ്രതികാരം തീർക്കാൻ, അവരുടെ ദേഷ്യം തീർക്കാൻ ഈ അവസരം ചില ആൾക്കാർ നന്നായി ഉപയോഗിച്ചു എന്ന് സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, താങ്കളുടെ ഈ ഇതുപോലത്തെ റിയാക്ഷൻസിന് ഒരു 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 മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷം ആൾക്കാർ പറയുന്നത് എപ്പോഴും രാഹുൽ ഇരയുടെ കൂടെയല്ല, പ്രതിയായിട്ട് അക്യൂസ്ഡിന്റെ കൂടെയാണ്. ഇരാന്നാരും ഇല്ല, രണ്ടു പേരേ ഉള്ളൂ, പരാതിക്കാരൻ ആരോപിതൻ അല്ലെങ്കിൽ പരാതിക്കാരി ആരോപിതൻ. ഈ ഇര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കേസിനെ പ്രൊജുഡ്യൂസ് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് എടുക്കാം. ആ പെൺകുട്ടി അതിജീവിതയാണോ? അവർ തമ്മിൽ പീഡനം നടന്നിട്ടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ കേസുകൾ കോടതി എടുത്ത് മാറ്റുകയും ചെയ്തു. ഇനി ആ പെൺകുട്ടി എന്തായാലും അതിജീവിതയല്ലല്ലോ. അതിജീവിതയെന്നും ഇരയെന്നും വിളിച്ച് കേസിനെ പ്രൊജുഡിസ്, മുൻവിധി ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ മുൻവിധി ഉണ്ടാക്കാതെ പരാതിക്കാരി വേഴ്സസ് ആരോപിതൻ, കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനും വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ വിധി വരും, ഈ കേസിൽ മെറിറ്റൊന്നുമില്ല, രാഹുൽ നിരപരാധിയെന്ന്, അന്ന് ഞാൻ ജയിലിൽ കിടക്കായിരിക്കും, വേറെ ആരെങ്കിലും വരും. ഇത് ഈ മെൻസ് കമ്മീഷൻ വന്നില്ലെങ്കിൽ സ്ഥിരം ഇതുണ്ടാവും. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഈ പറയുന്ന സ്ത്രീകൾ പലതും ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്നതാണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറഞ്ഞു വിടാത്തുള്ളൂ. മുമ്പ് ഒരു പ്രമുഖ വ്യവസായിയോട് ചേർന്നൊരു വിഷയം ഉണ്ടായി. മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് വേറൊരു പ്രശ്നം ഉണ്ടായി. ഇവരെല്ലാം അവസാനം പരാതി കൊടുക്കുന്നത് എനിക്കെതിരെയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവരുടെ ഈ മീഡിയ ബലൂൺ ഇങ്ങനെ ഊതി വീർപ്പിച്ച് വരുമ്പോൾ ഞാൻ ചെന്നൊരു ഒറ്റ കുത്തു കുത്തും, ഒരു മറ്റേ മുട്ടപ്പിന്ന് വെച്ച്, അതങ്ങ് പൊട്ടിപ്പോവും. ഇത് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രമുഖ നടി, അഭിനേത്രി, സിനിമാ രംഗത്തൊക്കെ നിൽക്കുന്ന എനിക്കിഷ്ടമുള്ള ഒരു അഭിനേത്രിയാണ്. അവരുടെ സിനിമകളൊക്കെ നല്ലതാണ്, എനിക്ക് ബഹുമാനമാണ്. അവരുടെ ഡ്രസ്സിങ് സെൻസിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്, ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നതിന്. എന്നാൽ ആളെ എനിക്ക് ബഹുമാനമാണ്, വെറുതെ പറയുന്നതല്ല, ശരിക്കും ബഹുമാനമാണ്. അപ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു രാഹുൽ ഈശ്വർ എന്നൊക്കെ പറഞ്ഞ് ചെന്ന് എനിക്കെതിരെ പരാതി കൊടുത്തു. ഈ നാടിൻ്റെ മുഖ്യമന്ത്രി അവരോടൊപ്പമാണ്, മന്ത്രിസഭ അവരോടൊപ്പമാണ്, പോലീസുകാർ അവരോടൊപ്പമാണ്, പത്രക്കാർ അവരോടൊപ്പമാണ്. അങ്ങനെ 99% എസ്റ്റാബ്ലിഷ്മെൻറ്റും അവരോട് നിൽക്കുമ്പം മറുഭാഗത്ത് നിൽക്കുന്ന ഈ 1% രാഹുൽ ഈശ്വർ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു എന്ന് പറയുന്നതിന് എന്ത് മെറിറ്റാണുള്ളത്? ഇതൊക്കെ പഞ്ച് ഡയലോഗാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയണേ, ഒരു ഡ്രാമ നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പറഞ്ഞു ഒരു നടിയുടെ വസ്ത്ര ആവിഷ്കാരം, അത് താങ്കൾ അതിന് ചെറിയൊരു ഐഡിയോളജിക്കലി താങ്കൾക്ക് ഒരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. ഇപ്പോ അതിന് മറുവശം വേറൊരു വശമില്ലേ രാഹുൽ? അതായത് ഒരു സ്ത്രീ തനിക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ഇട്ട് ഒരു പൊതുവേദിയിൽ എത്തുന്നു, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആ പൊതുവേദിക്ക് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഉദാഹരണം, നൈറ്റ് ക്ലബിൽ, ഇപ്പം ഞാൻ അമലാപോളിന്റെ പേരെടുത്ത് പറയാം. കാര്യം എനിക്ക് നേരിട്ട് വിവാദം ഇല്ലാത്തതുകൊണ്ടാണ്, അമലാപ്പോൾ കാണാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് പറയാം. അമലാപ്പോൾ നമ്മുടെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ്സ് ഇട്ട് ഒരു ഉദ്ഘാടനത്തിന് കോൺട്രവേഴ്സി ഉണ്ടായി. ഞാൻ അതിനെ വിമർശിച്ച് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ്? അമലാപ്പോൾ ആ ഡ്രസ്സ് ഇട്ട് ഒരു നൈറ്റ് ക്ലബ്ബിൽ പോയ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിട്ട് ഒരു കോളേജിൽ പോകുമ്പോൾ കോളേജിലെ അറ്റ്മോസ്ഫിയർ സെക്ഷലൈസ് ചെയ്യപ്പെടുന്നു, കോളേജിലെ അറ്റ്മോസ്ഫിയർ ലൈംഗികവൽക്കരിക്കപ്പെടുന്നു. കുട്ടികൾ അമലാപോളിനെയോ, അമലാപ്പോൾ ഗംഭീര അഭിനേത്രിയാണ്, അവരെക്കുറിച്ചൊന്നും അല്ല, പകരം ശരീരഭാഗങ്ങളെക്കുറിച്ചും മറ്റു ഭാഗങ്ങളെക്കുറിച്ചും പിള്ളേർ എന്തിൻ്റെ ഫോട്ടോ എടുക്കും, അമലാപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോ എടുക്കും. അമല ഏറ്റവും കുട്ടി ഫ്രോക്കും അല്ലെങ്കിൽ വളരെ റിവീലിംഗ് ആയ ഡ്രസ്സും വരുമ്പോൾ അത് ആ കോളേജിൻ്റെ സാഹചര്യം തെറ്റാവും. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നല്ല ധാവണിയും ഹാഫ് സാരിയും ഒക്കെ എടുത്ത് ഒരാൾ നൈറ്റ് ക്ലബ്ബിൽ പോയെങ്കിൽ ആൾക്കാർ കൂവില്ലേ? എന്തുകൊണ്ടാണ് കൂവുന്നത്? എന്താ വസ്ത്ര സ്വാതന്ത്ര്യം പറയാത്തത്? എന്താ? അത് ആ കോണ്ടെക്സ്റ്റിന് ചേർന്നതല്ല. നേരെ മറിച്ച് ഫുള്ള് പർദ്ദയിട്ട് നൈറ്റ് ക്ലബ്ബിൽ പോവുക, അല്ലെങ്കിൽ ഫുള്ള് പർദ്ദയും മറ്റും ഇട്ട് നൈറ്റ് ക്ലബ്ബിൽ പോവാൻ, അല്ലെങ്കിൽ പർദ്ദയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാൻ എന്ന് പറയുമ്പോൾ ആൾക്കാരവിടെ അരോചകമായി തോന്നുന്നത് ആ കോണ്ടെക്സ്റ്റിനോട് അത് ചേർന്നതല്ല എന്ന തിരിച്ചറിവാണ്. ഇങ്ങനെ കോണ്ടെക്സ്ച്വൽ ആയിരിക്കണം ഡ്രസ്സ്. ഇതൊരു വിമർശനമായിട്ട് എടുത്താൽ മതി, ഒരു സാമൂഹിക വിമർശനന്റെ സോഷ്യൽ ഓഡിറ്റോ വിമർശനമായിട്ട് എടുത്താൽ മതി. പക്ഷെ ആ വിമർശനത്തിനോട് ഇത്രയും അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ രാഹുലിനെ പോലുള്ള ഒരാള് ഇതിനെ വിമർശിക്കുമ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ബുള്ളി ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ തെറ്റാണ്. അത് വളരെ നല്ല, ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. ആ ബുള്ളിയിങ് വളരെ തെറ്റാണ്. നമ്മൾ അവരെ വിമർശിക്കുമ്പോഴും ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടെ മാത്രമേ വിമർശിക്കാവൂ. അവരുടെ ശരീരഭാഗങ്ങളെയോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും മോശം വാക്കുകൾ വിളിച്ച് ചെയ്യരുത്. അത് നമ്മൾ ചില ആണുങ്ങൾക്ക് പറ്റുന്നൊരു പ്രശ്നമാണ്. അതായത് ഏറ്റവും മോശകരമായ രീതിയിൽ, ഏറ്റവും അധിക്ഷേപിക്കുന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കും. ആ പെണ്ണിന്റെ ക്യാരക്ടർ ശരിയല്ല എന്ന് പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത് ശരിയല്ല. ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സിങ് സെൻസ് ശരിയല്ലെന്ന് പറയുന്നതിന് പ്രശ്നമില്ല. അത് അവളുടെ ക്യാരക്ടറിന്റെ സൂചകമാകും എന്ന് നമ്മൾ കരുതുന്നിടത്ത് നമ്മുടെ തെറ്റാണ്. അതായത് ചിലപ്പോൾ മോഡേണിറ്റിയുടെ പേരിലൊക്കെ അവർ ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും, ഒരു അറ്റൻഷൻ്റെ പേരിൽ ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അതിനർത്ഥം അവരെ വേറെ ഏതെങ്കിലും മോശം വാക്കുകളോ മറ്റു കാര്യങ്ങളോ വിളിക്കരുത് എന്ന് പറയുന്ന പോയിന്റ് 100% സത്യമാണ്. അതിനോട് എനിക്ക് ബഹുമാനമാണ്. അവിടെയാണ് നമ്മൾ ആണുങ്ങളും പലപ്പോഴും ഓവറാക്കാറുണ്ട്.
നമ്മൾ ആണുങ്ങൾ പലപ്പോഴും ഓവറാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് വിമർശനം വേണമെങ്കിൽ നല്ല വിമർശനം ഉന്നയിക്കാൻ നമുക്ക് കഴിയണം, ഇല്ലെങ്കിൽ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ പോകും. ഞാൻ ഓപ്പണായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫെമിനിസം എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ, ഇതിനെ രാഹുൽ എങ്ങനെയാ നോക്കി കാണുന്നത്? ഫെമിനിസ്റ്റുകളോട് ബഹുമാനമാണ്, വിയോജിപ്പാണ്. പക്ഷേ ഈ ഫെമിനാസിസം, ഫെമിനിച്ചി എന്ന് നമ്മൾ പറയുന്ന ഫെമിനാസിസം വേണ്ട. ഇതിന്റെ മറുഭാഗമാണ് മെയിൽ ഷോവനിസം. നമുക്ക് മെയിൽ ഷോവനിസവും വേണ്ട. ഇത് രണ്ട് എക്സ്ട്രീമാണ്. ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ ചില ആൾക്കാരുണ്ട്, പടക്കം പൊട്ടിക്കുന്ന ആൾക്കാരൊക്കെ. അതിനൊന്നും ആവശ്യമില്ല. ഇവരുടെ ഉദ്ദേശം എന്താ അറിയാമോ? എങ്ങനെ ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കാന്നാണ്. ഫെമിനിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഫെമിനാസികളുടെ ഉദ്ദേശം ഇവരുടെ കുരു എങ്ങനെ പൊട്ടിക്കാന്നാണ്. നമുക്ക് ആരുടെയും കുരു പൊട്ടിക്കണ്ട, പക്ഷേ എല്ലാവർക്കും നീതി കൊടുക്കാം. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ആരുടെയും കുരു പൊട്ടിക്കണ്ട. എനിക്ക് ഒരുപാട് നല്ല ഫെമിനിസ്റ്റ് സുഹൃത്തുക്കളുണ്ട്, എനിക്ക് അവരോട് വിയോജിപ്പാണ്, ഞാൻ ഫൈറ്റ് ചെയ്യാറുണ്ട്, അടികൂടാറുണ്ട്. പക്ഷേ ഇറ്റ്സ് എ റെസ്പെക്ട്ഫുൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. പകരം ഫെമിനാസിസവും വേണ്ട, നേരെ തിരിച്ച് മെയിൽ ഷോവനിസവും വേണ്ട. ആ മെയിൽ ഷോവനിസം ചിലപ്പോൾ വളരെ മോശമായിട്ടുണ്ട്. ബോൾഡായ നിലപാടെടുക്കുന്ന സ്ത്രീകളെ മോശം പറയുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് തെറ്റ് തന്നെയാണ്. അതിന് ദർ ഇസ് നോ ജസ്റ്റിഫിക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികളോട് വിമർശിക്കുമ്പോൾ ഏറ്റവും ബഹുമാനപുരസം റെസ്പെക്ട്ഫുള്ളി നമുക്ക് വിമർശിക്കാൻ കഴിയണം. അങ്ങനെ റെസ്പെക്ട്ഫുള്ളി വിമർശിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അവിടെയാണ് നമുക്ക് ഡെമോക്രസി ഈസ് അബൌട്ട് റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഡിസഗ്രി നോട്ട് ഡിസ്റെസ്പെക്ട്. അതായത് ഡിസഗ്രി ചെയ്യണം, പക്ഷേ ഡിസ്റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ മമ്മൂട്ടി കസബ സിനിമയിൽ മറ്റേ ഒരു സ്ത്രീയുടെ പാന്റിനുള്ളിൽ പിടിച്ചതിനെ നമ്മുടെ പാർവതി എന്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ചാണ് കിരൺ TV, സൂര്യ TVയിലൊക്കെ വർക്ക് ചെയ്യുന്നത്, പറഞ്ഞു. പാർവതി റൈസ് ചെയ്തത് നല്ല ക്രിറ്റിസിസമാണ്. അതൊരു സോഷ്യൽ ക്രിറ്റിസിസമാണ്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എന്താ പറയണേ, ചില സാധനങ്ങൾ അങ്ങനെ ഈ മെയിൽ ഷോവനിസം കടന്നു വരാറുണ്ട്. അപ്പം നമുക്ക് എതിർപ്പുള്ള ഒരു സ്ത്രീയുടെ പാന്റിൽ പിടിച്ചാണോ നമ്മൾ ദേഷ്യം കാണിക്കേണ്ടത്? അപ്പൊ അതൊരു മെയിൽ ഷോവനിസം വൈറ്റ് ലൈറ്റിൽ മാത്രമല്ല, അതാണ് എന്ന് ഗ്ലോറിഫൈങ് ലൈറ്റിൽ കാണിക്കുന്ന. ചില ആണുങ്ങൾ പഴയ സിനിമയിൽ ഡയലോഗ് ഉണ്ട്, നീ കൂടുതൽ നെകളിച്ചാൽ നിനക്ക് 9 മാസം കഴിഞ്ഞേ ഇത് അറിയൂ എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്കാണ്. അതൊരു മെയിൽ ഷോവനിസമാണ്. അങ്ങനെ മെയിൽ ഷോവനിസം നമുക്ക് വേണ്ട. അതേപോലെ തന്നെ ഒരു കാര്യം ഓർക്കണം, മെയിൽ ഷോവനിസത്തിന്റെ മറുപടി ഫീമെയിൽ ഷോവനിസം അല്ല. മെയിൽ ഷോവനിസത്തിന്റെ മറുപടി ഫീമെയിൽ ഷോവനിസം അല്ല എന്ന് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അതാണ് അതിലെ പോയിന്റ്. ഈ ഫീമെയിൽ ഷോവനിസം നമ്മൾ ഒരിക്കലും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ മെയിൽ ഷോവനിസത്തിന്റെ ഓപ്പോസിറ്റ് അത് നമുക്ക് വേണ്ട. പക്ഷേ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആക്ച്വൽ കോൺസെപ്റ്റ് ആക്ച്വലി ഈക്വാലിറ്റി മുൻനിർത്തി കൊണ്ടുപോകുന്ന ഒരു മൂവ്മെന്റ് അല്ലേ? അത് അംഗീകരിക്കാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട്? യാതൊരു പ്രശ്നവും. അവിടെ നമ്മൾ പറയുന്ന ഏക കാര്യം ഇതേ ഉള്ളൂ, ഇക്വാളിറ്റി പ്ലസ് കോംപ്ലിമെന്റാരിറ്റി. അതായത് സ്ത്രീ പുരുഷ സമത്വത്തെ അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ സ്ത്രീ പുരുഷ സമത്വത്തോടൊപ്പം നമ്മൾ മുമ്പോട്ടെടുക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, സ്ത്രീ പുരുഷ സമത്വത്തോടൊപ്പം നമ്മൾ പറയുന്നത് സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണ്. ഇതാണ് പോപ്പിന്റെ അടക്കമുള്ളവരുടെ നിലപാട്. അവർ പരസ്പരം കോംപ്ലിമെന്ററി ആകണം. ആ കോംപ്ലിമെന്ററി ആകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ്സ് ദി ഹോൾ ക്രക്സ് ഓഫ് ഇറ്റ്. ആ കോംപ്ലിമെന്ററി ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആ കോംപ്ലിമെന്ററി ആയിട്ട് അവർക്ക് പരസ്പരം പോകണം. സ്ത്രീയും ബഹുമാനിക്കപ്പെടണം, പുരുഷനും ബഹുമാനിക്കപ്പെടണം. സ്ത്രീയും പുരുഷനും അവരവരുടേതായ ഇൻഡിവിജ്വാലിറ്റിയിൽ നിലനിന്നുകൊണ്ട് തന്നെ അവരുടെ യുണീക്നെസ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മുൻകൂർ നോട്ടീസ് പോലും ഇല്ലാണ്ടാണ് ഇത്രയും ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, മുൻകൂർ നോട്ടീസ് തന്നു എന്ന് പോലീസ് കള്ളവും പറഞ്ഞു. അതായത് നോട്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല, നോട്ടീസ് തന്നു എന്ന് കള്ളം പറഞ്ഞ് പോലീസ് എഴുതുകയും ചെയ്തു. അങ്ങനെ എന്താ പറയുക, കള്ളം നമ്മൾ ചെയ്യരുത്, അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ റിക്വസ്റ്റ് അത്ര. കാര്യം കള്ളം പറഞ്ഞു തുടങ്ങിയ അതിന് അവസാനമില്ല. ഞാനത് പറയുന്നതേ മറ്റേ ദാർശനിക സത്യത്തിൽ നിന്നൊന്നും അല്ല. അങ്ങനെ കള്ളം പറഞ്ഞു തുടങ്ങിയ അവസാനമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കള്ളം പറയുന്ന ഒരവസ്ഥയായി നമ്മുടെ കോടതികൾ മാറരുത്. ജയിലിനുള്ളിലായിരുന്ന ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഞാൻ 4 സ്ഥലങ്ങളിൽ കടന്നു, 16 ദിവസമായിട്ട് 4 സ്ഥലങ്ങളിൽ കടന്നു. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെല്ലാം ജയിലിൽ 1-2 ദിവസമെങ്കിലും കിടക്കണം. അത് ജീവിതത്തിനെ കുറിച്ച് ഡിഫറെന്റ് ഒരു പെർസ്പെക്റ്റീവ് തരും. ഞാൻ കൗതുകമുള്ള അങ്ങ് ഒരു കാര്യം പറയാം. ഞാൻ ജയിലിൽ കിടന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, അതിൻ്റെ 1 മാസം മുമ്പ് എൻ്റെ ജീവിതത്തിലെ ഓട്ടവും തിരക്കും കാരണം ഞാൻ ഒരിക്കൽ പോലും ആകാശം നോക്കിയിട്ടില്ലായിരുന്നു. ജയിലിനകത്ത് കിടക്കുമ്പോഴാണ് ആകാശം കാണുന്നതിൻ്റെ വാല്യൂ നമ്മൾ അറിയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര ദിവസമായി കാണും നമ്മൾ കോൺഷ്യസ്ലി ആകാശം നോക്കിയിട്ട്? ആ ആകാശം കാണുമ്പോഴാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം വരുന്നത്. പിന്നെ പൂജപ്പുര സെൻട്രൽ പ്രസിൽ കിടന്നു. അവിടെ ഞാനൊരു കൊലപ്പുള്ളി കൂടെയായിരുന്നു കിടന്നത്. ആ കൊലപ്പുള്ളി അളവാകുമായിരുന്നു. അയാളൊരു മദ്യപിച്ച് അതിൻ്റെ അടുത്ത് കുത്തി മരിച്ചു പോയതാണ്. കൊല്ലം വിചാരിച്ച് ചെയ്തൊന്നുമല്ല. അപ്പോൾ അതായിരുന്നു പ്രോപ്പർ ജയിൽ. അതൊരു കട്ട നെഗറ്റീവ് വൈബാണ്. കട്ട നെഗറ്റീവ് മൂഡ് എന്ന് പറയുന്ന പോലെ ഏത് മൂഡ് നെഗറ്റീവ് മൂഡ് സാധനമാണ്. പക്ഷേ പിന്നീട് ഹോസ്പിറ്റൽ ബ്ലോക്കിലേക്ക് കൊണ്ടുപോയി. അത് കുറച്ചുകൂടെ നല്ലതാണ്. എല്ലായിടത്തും രാത്രി FM വെച്ച് തരും. 6 to 9 മണി വരെയുള്ള സമയത്ത് വെച്ച് തരും. പിന്നെ ഹോസ്പിറ്റൽ ബ്ലോക്കിൽ പത്രമൊക്കെ വായിക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നിലും ഓരോന്നാണ്. ജില്ലാ ജയിലിൽ കിടന്നു, സെൻട്രൽ പ്രസിഡന്റിൽ കിടന്നു, മെഡിക്കൽ കോളേജിൻ്റെ ജയിൽ വാർഡിൽ കിടന്നു. പിന്നീട് നമുക്കത് പുത്തരിയല്ല, ശബരിമല കേസിൽ ഇതേപോലെ പല ദിവസങ്ങളിൽ നമ്മുടെ ജയിലിൽ കിടന്നതാണ്. അന്ന് നിരാഹാരം അടക്കം നമ്മൾ കിടന്നതാണ്. ഇത് 4 ദിവസം വെള്ളം കുടിക്കാതെ കിടന്നു, 5 ദിവസം ആഹാരം കഴിക്കാതെ കിടന്നു. ആ വെള്ളം കുടിക്കാതെ കിടക്കുന്ന ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. അത് നല്ലൊരു ചലഞ്ചായിരുന്നു.
അതൊരു അല്ല ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോഴേ അത് ഡോക്ടറിനോട് ഒന്ന് പറഞ്ഞു കിഡ്നിക്കൊക്കെ ഇഷ്യൂ ആവും, പ്രത്യേകിച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇഷ്യൂ ആകും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് എന്താ പറയുന്നത് ആ പോയിന്റ് നമ്മൾ റേസ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും പിന്നീട് എനിക്ക് തിരിച്ചു പോയി മക്കളെ കാണണം എന്നുള്ളത് കൊണ്ടും ഈ മെൻസ് കമ്മീഷൻ വരുമ്പോൾ ഞാൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ദിലീപേട്ടൻ്റെ കേസ് വരുന്ന ദിവസം എനിക്ക് വെളി വേണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. ഞാനും റിപ്പോർട്ടറിലെ സ്മൃതി മാഡത്തെ വെല്ലുവിളിച്ചിട്ടിരിക്കുകയായിരുന്നു, അന്ന് നമുക്ക് കാണണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം നാളെ ഇതേപോലെ അനുകൂലമായൊരു വിധി വന്നാൽ അത് അനുഭവിക്കാൻ, അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ വന്നാൽ അത് കാണാൻ ഞാനും കൂടെ കാണുമല്ലോ. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? 2 കാര്യങ്ങളാണ്. അവരിലെ ചില ആൾക്കാർ കുറച്ച് ഓവർ ആക്കാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ചില ആൾക്കാർ മറ്റേ പടക്കം പൊട്ടിക്കുന്ന രീതിയുണ്ട്. ഞാൻ കഴിയുന്നതിലോട്ട് ചോദിക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബസ്സിൽ അതിക്രമം കാണിച്ചത് അവിടെയാണ് സവാദ് എന്താ ആത്യന്തികമായ കോടതി വിധിയൊന്നും വന്നില്ല. പക്ഷേ മൾട്ടിപ്പിൾ കേസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യരുത്. അതുകൊണ്ടാണ് സവാദിനെ വിഷയത്തിൽ ഞാൻ എവിടെയും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, ആ മസ്താനി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഞാൻ വിളിച്ച് മാപ്പും പറഞ്ഞു. എന്തിനാ മാപ്പ് പറഞ്ഞെന്നറിയാമോ? ആദ്യ വിഷയം വന്നപ്പോൾ ഞാൻ ഒരു സ്റ്റാൻഡും എടുത്തില്ല, ന്യൂട്രലായിരുന്നു. മസ്താനിയെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൽ മസ്താനിയെ പേഴ്സണലി ഞാൻ ഫോൺ വിളിക്കുകയും ചെയ്തു. ഞാൻ ചാനൽ ഏതോ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ നമ്പർ എടുത്ത് വിളിച്ച് മസ്താനിയോട് ക്ഷമയും പറഞ്ഞു. നമുക്ക് സ്ത്രീകളോട് വിരോധമൊന്നുമില്ലോ, നമ്മുടെ അമ്മ സ്ത്രീയാണ്, ഭാര്യ സ്ത്രീയാണ്, സഹോദരി സ്ത്രീയാണ്, സുഹൃത്തുക്കൾ സ്ത്രീയാണ്. പക്ഷേ ഒരാളെ വേട്ടയാടരുത്, അല്ല ആണിനെ അന്യായമായ വേട്ടയാടരുതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ജെനുവിൻ സ്ത്രീപക്ഷ നിലപാടുള്ളവരും ജെനുവിൻ സ്ത്രീകളോടൊക്കെ നമുക്ക് ബഹുമാനം തന്നെയാണ്. ഈ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ഒരു ചോദ്യം ചോദിച്ചു നിർത്തുകയാണ്. ഇപ്പോൾ നമുക്ക് സിസ്റ്റത്തിന് തെറ്റുപറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ പോലീസോ അല്ലെങ്കിൽ മീഡിയയോ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത ഒരാളെ നമുക്ക് ഒരു പ്രതിയാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അക്യൂസ്ഡ് എന്നുള്ള ഒരു ടാഗിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതിയാക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അതിജീവത തീരെ, അതായത് ഒരു കൺഫർമേഷനും ഇല്ലാണ്ട്, അതായത് യാതൊരു ഉറപ്പും ഇല്ലാണ്ട് ഈ ഒരു 7-8 വർഷം ഇതിന്റെ പുറകെ, ഈ ഒരാളുടെ പുറകെ, അല്ലാന്നുണ്ടെങ്കിൽ തനിക്ക് ഇപ്പോഴും നീതി കിട്ടില്ല എന്ന് ഇപ്പോഴും പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, യാതൊരു ഉറപ്പും ഇല്ലാണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇതിന്റെ കൂടെ നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആരെയും മോശമാക്കാതെ ഞാൻ പറഞ്ഞോട്ടെ, അതിജീവിത ആരെങ്കിലും കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലും തങ്ങളുടേതായ വ്യക്തിപരമായ അജണ്ട അതിജീവിതയുടെ മുകളിൽ കെട്ടിവെച്ച് അത് വെച്ച് ദിലീപിനെ അടിക്കാൻ ഒരു വടിയായ അതിജീവിതയെ യൂസ് ചെയ്തതാണെങ്കിലും ഈസി അല്ലേ? വിക്ടിമിനെ അല്ലേ ഏറ്റവും ഈസിയായി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഇതിന്റെ പിന്നിൽ ദിലീപാണെന്ന് വെറുതെ പറഞ്ഞാൽ മതി, എന്തെങ്കിലും തെളിവ് കൊടുക്കണം. അതായത് പൾസർ സുനി എന്ന ക്രിമിനൽ ഈ പെൺകുട്ടിയെ ആക്രമിക്കുമ്പോൾ ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് വെറുതെ പറഞ്ഞാൽ പോരെ, എന്തെങ്കിലും തെളിവ് വേണം. ഞാൻ അല്ലെങ്കിൽ വെറുതെ ചോദിച്ചോട്ടെ, ആരെയും കുറ്റം പറയാനല്ല കേട്ടോ, എനിക്ക് ഈ പറയുന്നവരെല്ലാം നല്ല ബന്ധവും സ്നേഹവും ഒക്കെയാണ്. ആദ്യ ദിവസം ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചില ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലായി? അതെങ്ങനെ മനസ്സിലായി? വെറുതെ എന്റെ ഒരു ചോദ്യം. ഇല്ല, ഇപ്പൊ ഈ പറയുന്ന അതിജീവിതയും ഈ പറയുന്ന പ്രതി എന്ന് ആരോപിക്കപ്പെട്ട വ്യക്തി, അതായത് നമുക്ക് പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ, പൾസർ സുനിയും ഈ പറയുന്ന അതിജീവിതം തമ്മിൽ ഡയറക്ട്ലി ഒരു പ്രശ്നമില്ല. അപ്പൊ ഓഫ് കോഴ്സ് അവിടെ ഒരു കോൺസ്പിറസി നടന്നിട്ടുള്ളതെന്നുള്ളതൊരു ലോജിക്ക് വേണ്ടിയായിരിക്കാം, എക്സ്റ്റോർഷന് വേണ്ടിയായിരിക്കാം, ബാക്കി എന്തിനാണെന്ന് എനിക്കറിയില്ല. ആ മോട്ടീവ് പ്രോസിക്യൂഷൻ ഇപ്പം പറയുന്നത് എന്തായാലും പൊളിഞ്ഞു വീണു. 2, ശ്രീ ദിലീപിനെ ഇതുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? 2, പൾസർ സുനി എഴുതിയെന്ന് പറഞ്ഞെടുത്ത് പൾസർ സുനി അല്ല, പോലീസുകാർ പറഞ്ഞിട്ടാണ് എഴുതിയത്. തിരിച്ചാലോചിച്ച് നോക്കൂ, ഈസി എന്താ? ഇവർ തമ്മിലുള്ള വിദ്വേഷം അറിയാവുന്ന ഒരു തേർഡ് പാർട്ടിക്ക് അത് മുതലാക്കുകയല്ലേ ഏറ്റവും എളുപ്പം. ഇവർ തമ്മിൽ വിദ്വേഷം ഉണ്ടെന്ന് അറിയുന്ന ഒരു തേർഡ് പാർട്ടിക്ക് ഏറ്റവും വിദഗ്ധമായി ഇവരെ തമ്മിൽ തെല്ലിക്കാനും പരസ്പരം ഇവരെ ശത്രുപക്ഷത്ത് നിർത്താൻ. ഇനിയും ഈ അതിജീവിത എന്ന് പറയുന്ന നമ്മുടെ എല്ലാ അഭിമാനമായ കുട്ടിയെ ഏറ്റവും കൂടുതൽ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആരാണ്? ഏറ്റവും കൂടുതൽ ആരുടെ നായികയായിട്ടാണ് വന്നിട്ടുള്ളത്? ഏറ്റവും പ്രമുഖ സിനിമകളിൽ ഏറ്റവും നല്ല റോൾ കൊടുത്ത ആരാണ്? പിന്നീട് ദേഹയുടെ ഫോൾ ഔട്ട്, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി, ബഹുമാനിക്കുന്നു. അപ്പോൾ അതിജീവിതം ഇനിയും ശക്തമായി തിരിച്ചു വരണം. മലയാളം, തമിഴ്, കന്നഡ അല്ലെങ്കിൽ അതുപോലത്തുള്ള സിനിമകൾ ചെയ്യണം. അവർക്ക് ഒരുപാട്, അവരുടെ ആ ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടു. നല്ല സിനിമയായിരുന്നു, നല്ല സോൾഫുൾ മൂവി, ഷറഫുദ്ദീൻ്റെ സിനിമ, നല്ല സോൾഫുൾ, അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ഒരു സുഹൃത്തും കൂടെയാണ്. ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ അതിജീവിതത്തോടെ നമുക്ക് എന്താ ദേഷ്യം? എന്തിനാണ് നമുക്ക് ദേഷ്യം ഉണ്ടാകും? പക്ഷേ ദിലീപ് ഏട്ടനെ എത്ര കാലം ഇതിൻ്റെ പേര് വേട്ടയാടി, കോടതികൾ അവസാനം തന്നില്ലേ? ഇതിന്റെ പേര് അതിജീവിത ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന് കൂടി അതിജീവിത ഒന്ന് ചിന്തിക്കണമെന്ന് അവരോടും അമ്മയോടും താഴ്മയെ അപേക്ഷിക്കും. ഇപ്പൊ വീണ്ടും അപ്പീലിലോട്ട് പോവാണ്. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ സർക്കാരിന് പോകണം. അതിജീവിതയുടെ സാറ്റിസ്ഫാക്ഷൻ വരെ പോകണം. അതിജീവിതയ്ക്ക് ഇത് എൻ്റെ റിക്വസ്റ്റ് ഇതാണ്, അതിജീവിതയ്ക്ക് ആത്യന്തികമായി റിയലൈസ് ചെയ്യണം യഥാർത്ഥത്തിൽ ശ്രീ ദിലീപേട്ടൻ ആയിരുന്നില്ല ഇതിൻ്റെ പിന്നിൽ. അവർക്കിടയിൽ തെറ്റിദ്ധാരണ കാണും, ശത്രുത കാണും, ദേഷ്യം കാണും, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ കൊട്ടേഷൻ കൊടുക്കുന്ന ആളല്ല ദിലീപേട്ടൻ. 1, 2, അതിൻ്റെ പേരിൽ ഇത്രയും വർഷം ദിലീപേട്ടനെ ആക്രമിക്കുന്നതിന് ന്യായമില്ല. ശ്രീ ദിലീപേട്ടൻ്റെ ബബ്ബ സിനിമയെ വരെ ആക്രമിക്കുകയാണ്. പോട്ടെ, ലാലേട്ടനെ ആക്രമിക്കുകയാണ്.
ഹബ്ബയുടെ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ സാക്ഷാൽ ലാലേട്ടനെ ആക്രമിക്കുകയാണ്. എന്ത് തരം ഭ്രാന്താണ്. അതുകൊണ്ട് നമ്മൾ അതിജീവിതയോടൊപ്പമാണ്. പക്ഷേ അവളോടൊപ്പം എന്ന് പറഞ്ഞാൽ അവന് പണി കൊടുക്കണമെന്ന ആറ്റിറ്റ്യൂഡ് വരരുത്. സത്യം എന്താണോ അതിനോടൊപ്പം ആകണം. ആ സത്യത്തോടൊപ്പമാണ് ശ്രീലേഖ മാഡം നിന്നത്, ജഡ്ജി ഹണി വർഗീസ് നിന്നത്, നമ്മുടെ കോടതിയും നിയമ സംവിധാനങ്ങളും നിന്നത്. ആ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കണം. പോലീസ് പറഞ്ഞ പല കാര്യങ്ങളും പച്ചക്കള്ളവും ഗ്യാസും തെള്ളുമായിരുന്നു എന്ന് കോടതിയിൽ പൊളിഞ്ഞു വീണിട്ടുണ്ട്. ആ പൊളിഞ്ഞു വീണപ്പോഴെങ്കിലും അതിജീവിതയുടെ ജെനുവിൻ ഫ്രണ്ട്സും സപ്പോർട്ടേഴ്സും മനസ്സിലാക്കണം, ശ്രീ ദിലീപ് ഇതിന് പിന്നിലില്ല. നിങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇനിയും ആ പഴയ ചാപ്റ്റർ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കരുനിഴൽ വീഴ്ത്തിയ ചാപ്റ്ററാണ്. അത് ക്ലോസ് ചെയ്ത് എല്ലാവർക്കും പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ കഴിയണം. ശരിക്കും ആ കേസോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ ഈ മീറ്റു മൂവ്മെൻറ്റും ഹേമ കമ്മിറ്റി വരെ എത്തിയ എല്ലാ കാര്യങ്ങളും ഉണ്ടായത്, WCCയും എല്ലാം കാര്യങ്ങളും ഉണ്ടായത്. പഴയതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പുതിയ ചാപ്റ്റർ ഇന്ന് അമ്മയെ നയിക്കുന്നത് ശ്വേതാ മേനോനെ പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രഗത്ഭയായ ബോളിവുഡിലടക്കം സാന്നിധ്യം അറിയിച്ചിട്ടുള്ളൊരു താരമാണ്. അപ്പോൾ എല്ലാം മാറി കലങ്ങി തെളിഞ്ഞ് നല്ലൊരു പ്രഭാതത്തിലേക്ക് എത്തുകയാണ് അതിജീവിതയ്ക്ക്, വീട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും. ദിലീപേട്ടൻ്റെ ബബ്ബ വലിയ ഹിറ്റായി അടുത്തയിലേക്ക് പോകുന്നു. ഇനി ഒരു പുതിയ ചാപ്റ്റർ എല്ലാവരുടെയും ലൈഫിൽ തുറക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. അപ്പോൾ എന്തായാലും സത്യം തന്നെ ജയിക്കട്ടെ അല്ലേ രാഹുൽ? അപ്പം അലിന് മൈൽ സ്റ്റോൺ മൂവി മേക്കേഴ്സിന് ഇത് ഞാനൊരു ഗിഫ്റ്റായി തരികയാണ്. ഇത് കേരള നിയമസഭയിലുള്ള 246 നമ്പർ ബില്ലാണ്. 2025 ഫെബ്രുവരി തൊട്ട് ഇത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ കാത്ത് നിൽക്കുകയാണ്. നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ സ്വകാര്യ ബില്ലാണ്. ഇത് ഒരു പുരുഷ കമ്മീഷന്റെ ബില്ലാണ്. ഇപ്പോൾ അത് രാജ്യസഭയെ അവതരിപ്പിച്ചു. പക്ഷേ നമ്മൾ മലയാളികളാണ്, കേരളമാണ് ഈ ബിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ഡ്രാഫ്റ്റ് ചെയ്തത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ മെൻസ് കമ്മീഷൻ വരും. ഇല്ലെങ്കിൽ നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മളെ കുടിക്കാൻ നമ്മുടെ കൂടെ ആരും കാണില്ല. യഥാർത്ഥത്തിൽ ഒരുമിച്ച് നിൽക്കാനും പോരാടാനും പൂർണ്ണമായി സ്ത്രീപക്ഷത്തെ ബഹുമാനിച്ച് എല്ലാ സ്ത്രീപക്ഷ അവകാശങ്ങളും അംഗീകരിച്ചുകൊണ്ട് പുരുഷനും കൂടി ഒരു സ്പേസ് വേണം. സ്ത്രീക്ക് പരിഗണനയും മുൻഗണനയും കൊടുക്കണം, എന്നാൽ പുരുഷന് അവഗണനയാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് സന്തോഷം, മൈൽ സ്റ്റോൺ മൂവി മേക്കേഴ്സിനെ പോലെ എൻ്റർടൈൻമെൻറ്റ് എടുക്കുന്ന കൂടുതൽ അതിൽ ആ നീഷുള്ള ഇതും എൻ്റർടൈൻമെൻറ്റിനോടൊപ്പം ഒരു സോഷ്യൽ വാല്യൂ കൂടുള്ളൊരു കാര്യം എടുത്തതിനും ഈ വിഷയം ഹൈലൈറ്റ് ചെയ്തതിനും നന്ദിയും പറയും. താങ്ക് യു രാഹുൽ. ഇത് വാങ്ങുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നല്ലൊരു കോസിന് വേണ്ടി ആവട്ടെ ഇത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഇതും ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ല. അതായത് യഥാർത്ഥത്തിൽ പീഡകരായ ആളുകാർ വന്നിട്ട് മെൻസ് കമ്മീഷന്റെ അതിന് ചെക്ക് ആൻഡ് ബാലൻസസ് ഉണ്ട്. മെൻസ് കമ്മീഷനിൽ ഒരു വനിതാ മെമ്പർ അടക്കമുള്ള ആൾക്കാർ വളരെ സ്ട്രോങ് ആയി നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും നന്മ വരട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.